വിത്തുകളിൽ ചിലത് പാറപ്പുറത്ത് വീണു. മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ വിത്ത് മുളച്ചു പൊങ്ങിയെങ്കിലും വെയിലടിച്ചപ്പോൾ അത് വാടിപ്പോയി. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ പത്രോസിനോട് യേശു പറയുന്ന ഒരു വാക്കുണ്ട്. മാംസരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത് എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ്. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നു, നീ പാറയാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ സ്ഥാപിക്കും. മറ്റൊരിടത്ത് യേശു ഒരു ഉപമ പറയുന്നു. ബുദ്ധിമാനായ വ്യക്തിയുടെ ഭവന നിർമ്മാണത്തെക്കുറിച്ച്. പാറപ്പുറത്ത് വീട് പണിതവൻ, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റ് ആഞ്ഞടിച്ചു, ആ ഭവനത്തിന് ഒരു കേടുപാടും സംഭവിച്ചില്ല. പിന്നീട് നമ്മൾ കാണുന്നത് വിതക്കാരൻ്റെ ഉപമയിലൂടെ പാറപ്പുറത്ത് വീണ വിത്തിനെക്കുറിച്ചും പഴയ നിയമത്തിലേക്ക് പാറ പിളർന്ന് മോശ ഇസ്രായേൽ ജനത്തിന് വെള്ളം കൊടുക്കുന്നതിനെക്കുറിച്ചുമാണ്. പാറപ്പുറത്ത് വീണ വിത്ത് തഴച്ചു വളർന്നെങ്കിലും അതിന് വേര് അധികമില്ലാഞ്ഞതിനാൽ വെയിലടിച്ചപ്പോൾ അത് വാടിപ്പോയി. എന്നാൽ നമ്മൾ പാറമടകളിലൊക്കെ ചെല്ലുകയാണെങ്കിൽ, അല്ലെ കിണറിലൊക്കെ പാറയുണ്ടെങ്കിൽ, ഈ പാറയ്ക്കിടയിലൂടെ തുരന്ന് ചെന്ന് കഴിയുമ്പോഴാണ് കൂടുതൽ ജലം ലഭിക്കുക. പാറമടയിലൊക്കെ വൻ കുളങ്ങളുണ്ട്. പാറ പൊട്ടിച്ചിറങ്ങിക്കഴിയുമ്പോൾ ഇഷ്ടംപോലെ വെള്ളം ലഭിക്കുന്നു. രണ്ടാമത്, പാറപ്പുറത്ത് ചെടികൾ തഴച്ച് വളരുന്നുണ്ട്. നല്ല ഉണക്കൊക്കെ ആകുമ്പോഴത്തേന് ചെടികൾ വാടി ഉണങ്ങിപ്പോകുമെങ്കിലും ചെടികളുടെ വേര് ഈ പാറയ്ക്കുള്ളിൽ ഇറങ്ങിച്ചെല്ലുന്നത് കൊണ്ടോ പാറയിലെ ജലാംശം ഇത് വലിച്ചെടുത്ത് നിലനിർത്തുന്നത് കൊണ്ടോ ഈ വേരുണങ്ങുന്നില്ല. അതുകൊണ്ടാണ് ആദ്യത്തെ പുതുമഴയ്ക്ക് തന്നെ ഈ പാറപ്പുറത്ത് ചെടികൾ പെട്ടെന്ന് തളർത്ത് വരുന്നത്. നമ്മളൊന്ന് കണ്ട് ഈ പാറ പൊട്ടിച്ചു കഴിയുമ്പോൾ പാറയ്ക്കുള്ളിലൂടെ നീരുറവ വരുന്നു. വലിയ പാറ മടകളിലൊക്കെ വലിയ കുളങ്ങളുണ്ടാവുന്നു. പല സ്ഥലത്തും വിശുദ്ധ ഗ്രന്ഥം പാറയെക്കുറിച്ച് ധീരമായ ശക്തമായ കാര്യങ്ങൾ പറയുമ്പോൾ വിതക്കാരൻ്റെ ഉപമയിൽ മാത്രമാണ് സ്വല്പം നെഗറ്റീവായ രീതിയിൽ പറയുന്നത്. അതായത് മണ്ണിന് ആഴമില്ല, അതുകൊണ്ട് വേരിന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചില്ല, അതുകൊണ്ട് വെയിലടിച്ചപ്പോൾ വാടിപ്പോയി. ഇവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. പാറയ്ക്കുള്ളിലെ ജലാംശത്തിലേക്ക് ഇറങ്ങിച്ചെല്ലത്തക്ക വിധം ഗാർഗിക സഭയാകുന്ന ഓരോ കുടുംബവും പിതാവിനാൽ ആകർഷിക്കപ്പെടാനും പിതാവിനാൽ വെളിപ്പെടുത്തപ്പെടാനും നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ഓരോ ക്രൈസ്തവ കുടുംബങ്ങളും കടന്നു ചെല്ലണം. അതുകൊണ്ടാണ് പത്രോസിനോട് പറഞ്ഞത്, മാംസരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത് എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ്. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ വെളിപ്പെടുത്തലുകൾ ലഭിക്കുന്നവൻ ആരോ അവനാണ് പാറ. അതുകൊണ്ടാണ് പത്രോസിനോട് യേശു പറഞ്ഞത്, നീ പാറയാവുന്നു, ഈ പാറമേൽ എൻ്റെ സഭയെ ഞാൻ സ്ഥാപിക്കും. അങ്ങനെ ഓരോ ഗാർഗിക സഭയാകുന്ന ഓരോ കുടുംബാംഗങ്ങളും ഓരോ കുടുംബവും സ്വർഗസ്ഥനായ പിതാവിൻ്റെ വെളിപാട് ലഭിക്കുന്നവരും സ്വരം ശ്രവിക്കുന്നവരും
രക്ഷകനായ യേശുവിനെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നവരുമായി മാറണം. അങ്ങനെ ഗാർഗീക സഭ പാറയായിത്തീർന്നുകൊണ്ട് അതിൽ ഓരോ കുടുംബവും പണിത് ഉയർത്തപ്പെടണം. അവിടെ കാറ്റടിച്ചാലും വെള്ളപ്പൊക്കമുണ്ടായാലും ആ ഭവനം തകരത്തില്ല. ആ പാറമേൽ ക്രിസ്തുവിൻ്റെ സഭയാണ്. ക്രിസ്തു രക്തവും വെള്ളവും മാംസവും കൊടുത്ത് വിലയ്ക്ക് വാങ്ങപ്പെട്ട ഭവനമാണ് ഓരോ ഗാർഗിക സഭകളും എന്ന് പറയുന്നത്. അങ്ങനെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന, പിതാവിനാൽ വെളിപ്പെടുത്തി കിട്ടുന്ന ഒരു പാറയായി ഓരോ ഗാർഗിക സഭകളും തീരണം. അപ്രകാരം തന്നെ ഈ പാറയ്ക്കിടയിലേക്ക് നമ്മുടെ വിശ്വാസമാകുന്ന വേര് ഇറങ്ങിച്ചെല്ലണം. പാറപ്പുറത്ത് വളരുന്ന ചെടികളുടെ വേര് എങ്ങനെ ഇറങ്ങിച്ചെല്ലുന്നുവോ, അത് എത്ര വെയിലടിച്ചാലും താൽക്കാലികമായി അതിൻ്റെ ശിഖരങ്ങളും അതിൻ്റെ തണ്ട് ഉണങ്ങിപ്പോയാലും അടിസ്ഥാനമായ വേര് അവിടെ നിലനിൽക്കുന്നത് പോലെ ഓരോ ഗാർഗിക കുടുംബത്തിനെതിരെയും വരുന്ന ഏത് തിന്മയുടെ ശക്തികളെയും തകർക്കാൻ പറ്റുന്ന വിശ്വാസമാകുന്ന വേരുള്ള ഭവനങ്ങളായിത്തീരണം ഓരോ ഗാർഗിക സഭയും. ഈ പാറപ്പുറത്തിൻ്റെ ഉപമയിലൂടെ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. ക്ലേശങ്ങളുണ്ടാകുമ്പോൾ, ദൈവത്തെ പ്രതി പീഡനങ്ങളുണ്ടാകുമ്പോൾ തകർന്നു പോകുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് പാറപ്പുറത്ത് വീണ വിത്തിനെക്കുറിച്ച് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ക്രൈസ്തവ വിശ്വാസികൾ വിശ്വാസത്യാഗത്തിലേക്കും നിരീശ്വരത്വത്തിലേക്കും കടന്നു പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം, നമ്മൾ വിശ്വസിച്ച് നമ്മളെ നയിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലുണ്ടാകുന്ന, അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന തെറ്റായ സന്ദേശങ്ങളും അനുഭവങ്ങളുമാണ്. ആ തെറ്റായ സന്ദേശങ്ങളും അനുഭവങ്ങളും പീഡകളും പൈശാചിക ശക്തിയുടെ ആ പിടുത്തത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ, നമ്മുടെ വിശ്വാസമാകുന്ന ആ വചനം കൊണ്ട് നമുക്കെതിരിടേണ്ടിയിരിക്കുന്നു. അപ്പോൾ പാറയാകുന്ന ഗാർഗിക സഭയിൽ അതിനെതിരെ വരുന്ന, നമ്മൾ പ്രതീക്ഷിക്കാത്ത, പ്രത്യേകിച്ച് പൗരോഹിത്യ അധികാര സ്ഥാനങ്ങളിരിക്കുന്നവരുടെ നിന്ന് വരുന്ന തിക്താനുഭവങ്ങൾ, തെറ്റായ മാതൃകകൾ, അതൊന്നും നമ്മുടെ വിശ്വാസത്തെ തകർക്കാനോ നമ്മുടെ സഭയെ തകർക്കാനോ അനുവദിച്ചുകൂടാ. ആകയാൽ പ്രിയമുള്ളവരെ, പാറയെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും പിതാവിൻ്റെ സ്വരം ശ്രവിച്ച് പുത്രനായ യേശുവിനെ ലോകത്തിന് നൽകുകയും ചെയ്യുന്ന ഒരു ഭവനമായി തീരാൻ ഈ ഗാർഗിക സഭയ്ക്ക് സാധിക്കട്ടെ. അതുപോലെ തന്നെ ഈ സഭയ്ക്ക് നേരെ ഉണ്ടാകുന്നതായ പീഡനങ്ങൾ, പല രീതിയിലാണ് ആ പീഡനങ്ങളുണ്ടാകുക. കുടുംബ ബന്ധങ്ങളെ തകർക്കാൻ, നമ്മുടെ ആലയമാകുന്ന ഗാർഗിക സഭയെ തകർക്കാൻ, നമ്മുടെ ദൈവത്തിൻ്റെ ഭവനമാകുന്ന നമ്മുടെ ശരീരത്തെ തകർക്കാൻ, എല്ലാ മേഖലകളിൽ നിന്നും ആക്രമണം ഉണ്ടാകാം. അവയൊക്കെയും നമ്മൾ പാറപ്പുറത്ത് പണിത ഭവനം പോലെ, പാറപ്പുറത്ത് പണിയപ്പെട്ട സഭ പോലെ ഓരോ ഗാർഗിക ഭവനവും ഉറച്ചു നിൽക്കേണ്ടിയിരിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.